ശ്രീ പരമഹംസ യോഗാനന്ദയുടെ ഒരു യോഗിയുടെ ആത്മകഥയിലെ ആദ്യത്തെ അധ്യായമാണ് എൻ്റെ മാതാപിതാക്കളും ബാല്യവും. ഭാരതീയ സംസ്കാരത്തിൻ്റെ മുഖമുദ്രകളായി ദീർഘകാലം നിലനിന്നു പോന്നിട്ടുള്ളത് പരമസത്യം തേടിയുള്ള അന്വേഷണവും സഹവർത്തിയായ ഗുരുശിഷ്യ ബന്ധവുമാണ്. എൻ്റെ തന്നെ പാത ചെന്നെത്തിയത് ഈശ്വരതുല്യനായ ഒരു യതിവര്യനിലാണ്. അദ്ദേഹത്തിൻ്റെ സുന്ദരമായ ജീവിതം യുഗാന്തരങ്ങൾക്കും പ്രചോദനമരുളാൻ പോന്നതായിരുന്നു. ഭാരതത്തിൻ്റെ യഥാർത്ഥ സമ്പത്തായ മഹാഗുരുക്കന്മാരിലൊരാളായിരുന്നു അദ്ദേഹം. ഓരോ തലമുറയിലും ആവിർഭവിച്ചുകൊണ്ട് ഈ ഗുരുഭൂതന്മാർ പുരാതന ഈജിപ്തിൻ്റെയും ബാബിലോണിയയുടെയും ഗതിയിൽ നിന്ന് മാതൃഭൂമിയെ പരിരക്ഷിച്ചിട്ടുണ്ട്. ഒരു പൂർവജന്മത്തിൻ്റെ കാലപ്രമാണങ്ങൾക്ക് വഴങ്ങാത്ത പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്നതാണ് എൻ്റെ ആദ്യ സ്മരണകൾ. ഹിമാലയത്തിലെ മഞ്ഞുമലകളിൽ യോഗിയായി കഴിഞ്ഞ ഒരു പൂർവജന്മത്തിൻ്റെ വ്യക്തമായ ഓർമ്മകൾ പലപ്പോഴും എന്നിൽ തെളിയുമായിരുന്നു. ഭൂതകാലത്തിൻ്റെ ഈ മിന്നായങ്ങൾ എത്തും പിടിയുമില്ലാത്ത ഏതോ കണ്ണിയാൽ ഭാവിയുടെ ഒരു ചിത്രം കൂടി എനിക്ക് നൽകി. ശൈശവത്തിൻ്റെ അനിവാര്യമായ ദീനതകൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. സ്വതന്ത്രമായി നടക്കുവാനും ആശയവിനിമയം നടത്തുവാനും കഴിയാത്തതിൽ നിന്നുണ്ടായ നിസ്സഹായാവസ്ഥയെക്കുറിച്ച് അമർഷപൂരിതമെങ്കിലും ഞാൻ ബോധവാനായിരുന്നു. ശാരീരികമായ ഈ ദൗർബല്യം മനസ്സിലായതോടെ എൻ്റെ ഉള്ളിൽ പ്രാർത്ഥനയുടെ വൻ അലയടികൾ ഉയർന്നു. എൻ്റെ ശക്തമായ വൈകാരിക ജീവിതം വിവിധ ഭാഷകളിലെ ശബ്ദങ്ങളായി എൻ്റെ ഉള്ളിൽ പ്രകടിതമായി. ഉള്ളിലെ ഈ ഭാഷാ കലുഷതയ്ക്കിടയിൽ എൻ്റെ ആളുകൾ സംസാരിക്കുന്നത് കേട്ട ബംഗാളി പദശകലങ്ങൾ ഞാൻ ക്രമേണ പരിചയിച്ചു. കളിപ്പാട്ടങ്ങളിലും കാൽവിരലുകളിലും ഒതുങ്ങുന്നതെന്ന് മുതിർന്നവർ കരുതുന്ന പിഞ്ചു ഹൃദയത്തിൻ്റെ കബളിപ്പിക്കുവാൻ പോന്ന വിരുത്. മാനസിക ക്ഷോഭവും എൻ്റെ പ്രതികരണശേഷിയില്ലാത്ത ശരീരവും പലതവണ എന്നെ നിർബന്ധ ബുദ്ധിയോടെ ഇടവിട്ട് കരയുന്നതിനിടയാക്കി. എൻ്റെ ദുരിതത്തിൽ വീട്ടുകാർക്ക് പൊതുവെ ഉണ്ടായ അമ്പരപ്പും അസ്വസ്ഥതയും ഞാൻ ഓർക്കുന്നു. ഏറെ സന്തോഷകരമായ ഓർമ്മകളും എൻ്റെ ഉള്ളിൽ വന്നു നിറയുന്നു. എൻ്റെ അമ്മയുടെ വാത്സല്യവും ലാളനയും വാക്കുകൾ കൊഞ്ചിപ്പറയാനും പിച്ചവയ്ക്കാനുമുള്ള എൻ്റെ ആദ്യ ശ്രമങ്ങളും മിക്കവാറും പെട്ടെന്ന് മറന്നു പോകുന്നതാണെങ്കിലും ആദ്യത്തെ ഈ ഉജ്ജ്വല വിജയാഹ്ലാദങ്ങൾ ആത്മവിശ്വാസത്തിന് സ്വാഭാവികമായ ഒരു അടിത്തറയാണ്. എൻ്റേതുപോലെയുള്ള ദൂരവ്യാപകമായ ഓർമ്മകൾ തീരെ അപൂർവമല്ല. പല യോഗികളും ജനന മരണങ്ങളുടെ നാടകീയ മാറ്റങ്ങൾക്കിടയിലും ആത്മബോധം നിരന്തരമായി വെച്ച് പുലർത്തിയിട്ടുള്ളതായി നമുക്കറിയാം. മനുഷ്യൻ വെറുമൊരു ശരീരം മാത്രമാണെങ്കിൽ അതിൻ്റെ നാശം തീർച്ചയായും അവൻ്റെ വ്യക്തിത്വത്തിൻ്റെയും നാശമാകും. എന്നാൽ തപോധനന്മാർ യുഗയുഗാന്തരങ്ങളിൽ അരുളി ചെയ്തിട്ടുള്ളത് സത്യമാണെങ്കിൽ മനുഷ്യൻ തൻ്റെ സത്തയിൽ അഭൗതികവും സർവവ്യാപിയുമായ ആത്മാവാണ്. വ്യക്തമായ ശൈശവ സ്മരണകൾ അസാധാരണമെങ്കിലും തീരെ വിരളമല്ല. വിവിധ രാജ്യങ്ങളിലെ യാത്രാവേളകളിൽ സത്യസന്ധരായ സ്ത്രീ പുരുഷന്മാരിൽ നിന്ന് അവരുടെ ശൈശവ സ്മരണകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഹിമാലയ പർവ്വത നിരകൾക്കടുത്ത് ഉത്തര ഭാരതത്തിലെ ഗോരഖ്പുരത്താണ് 1893 ജനുവരി 5 ഞാൻ ജനിച്ചത്. അവിടെയാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ 8 വർഷം ചെലവഴിച്ചത്. ഞങ്ങൾ 8 മക്കളായിരുന്നു, 4 ആണും 4 പെണ്ണും. ഞാൻ മുകുന്ദലാൽ ഘോഷ്, രണ്ടാമത്തെ മകനും 4ാമത്തെ സന്താനവുമായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും ബംഗാളി ക്ഷത്രിയരായിരുന്നു. 2 പേരും ദൈവീകമായ പ്രകൃതത്താൽ അനുഗ്രഹീതർ. പാവനചരിതരായ അവരുടെ പ്രശാന്തവും അന്തസ്സുറ്റതുമായ പരസ്പരാനുരാഗം ഒരിക്കലും ചപലമായി പ്രകടിപ്പിക്കപ്പെട്ടിരുന്നില്ല. അച്ഛനമ്മമാരുടെ സമ്പൂർണമായ യോജിപ്പ് കുസൃതി നിറഞ്ഞ 8 കുരുന്നു ജീവിതങ്ങളുടെ പ്രശാന്തമായ കേന്ദ്രബിന്ദുവായിരുന്നു. അച്ഛൻ ഭഗവതി ചരൺ ഘോഷ് ഹൃദയാലുവും ഗൗരവക്കാരനും ചിലപ്പോഴൊക്കെ വിട്ടുവീഴ്ച കാട്ടാത്തയാളുമായിരുന്നു. അച്ഛനെ വളരെയധികം സ്നേഹിച്ചുകൊണ്ട് തന്നെ മക്കളായ ഞങ്ങൾ അച്ഛനോട് ബഹുമാനപൂർവമായ ഒരു അകലം പുലർത്തിയിരുന്നു. ശ്രദ്ധേയനായ ഒരു ഗണിത വിദ്വാനും താർക്കികനുമായിരുന്ന അദ്ദേഹത്തെ പ്രധാനമായും ബുദ്ധിയാണ് നയിച്ചത്. പക്ഷെ അമ്മ സ്നേഹത്തിൻ്റെ നിറകുടം തന്നെയായിരുന്നു.
അവർ ഞങ്ങളെ സ്നേഹത്തിലൂടെ മാത്രം പഠിപ്പിച്ചു. അവരുടെ ദേഹവിയോഗത്തിന് ശേഷം അച്ഛൻ തൻ്റെ ഉള്ളിലെ ആർദ്രത കൂടുതൽ വെളിവാക്കി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നോട്ടം പലപ്പോഴും അമ്മയുടെ സ്നേഹനിർഭരമായ നോട്ടമായി രൂപാന്തരം പ്രാപിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അമ്മയുടെ സാന്നിധ്യത്തിൽ കുട്ടികളായ ഞങ്ങൾ വേദശാസ്ത്ര പുരാണങ്ങളുമായി കയ്പും മധുരവുമുള്ള ഒരു പരിചയം കാലേ കൂട്ടി തന്നെ സമ്പാദിച്ചു. ശിക്ഷണത്തിനുതകുന്ന കഥകൾ അവസരോചിതമായി മഹാഭാരതത്തിൽ നിന്നോ രാമായണത്തിൽ നിന്നോ വൈഭവത്തോടെ അമ്മ ഉദ്ധരിക്കുമായിരുന്നു. ഈ അവസരങ്ങളിൽ ശിക്ഷയും ബോധനം കൈകോർത്താണ് പോവുക. അച്ഛനോടുള്ള ബഹുമാന സൂചകമായി ഓഫീസിൽ നിന്ന് അദ്ദേഹത്തെ വീട്ടിലേക്ക് സ്വീകരിക്കുവാൻ സായാഹ്നങ്ങളിൽ അമ്മ ഞങ്ങളെ ശ്രദ്ധാപൂർവം ഒരുക്കി നിർത്തുമായിരുന്നു. ഭാരതത്തിലെ ഒരു വലിയ കമ്പനിയായിരുന്ന ബംഗാൾ നാഗ്പൂർ റെയിൽവേയിൽ വൈസ് പ്രസിഡന്റ് പോലെയുള്ള ഒരു സ്ഥാനമായിരുന്നു അച്ഛന്. യാത്ര ചെയ്യുക അച്ഛൻ്റെ ജോലിയുടെ ഒരു ഭാഗമായിരുന്നു. എൻ്റെ ബാല്യകാലത്ത് പല നഗരങ്ങളിലും ഞങ്ങളുടെ കുടുംബം താമസിച്ചു. അഗതികളെ അമ്മ കൈയയച്ച് സഹായിച്ചിരുന്നു. അച്ഛനും ദയാശീലനായിരുന്നുവെങ്കിലും ചിട്ടയോടും ക്രമത്തോടുമുള്ള അദ്ദേഹത്തിൻ്റെ ആദരം കുടുംബ ബജറ്റിനും ബാധകമായിരുന്നു. ഒരിക്കൽ അച്ഛൻ്റെ പ്രതിമാസ വരുമാനത്തിൽ കൂടുതൽ തുക 2 ആഴ്ച കൊണ്ട് അന്നദാനത്തിന് അമ്മ ചെലവാക്കി. "ഒന്നേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ," അച്ഛൻ പറഞ്ഞു. "നിന്റെ പരോപകാരം ദയവായി ഒരു ന്യായമായ പരിധിക്കുള്ളിൽ നിർത്തിക്കൂടെ?" തൻ്റെ ഭർത്താവിൽ നിന്ന് ലഘുവായ ഒരു ശാസന പോലും അമ്മയെ വേദനിപ്പിക്കുമായിരുന്നു. യോജിപ്പിൻ്റെ ഒരു സൂചനയും കുട്ടികൾക്ക് നൽകാതെ അമ്മ ഒരു വാടക വണ്ടി വിളിപ്പിച്ചു. "ശരി, അങ്ങേക്ക് നന്മ വരട്ടെ. ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നു." ചിരപുരാതനമായ ഒരു അന്ത്യശാസനം. അന്താളിച്ച് ഞങ്ങൾ കൂട്ടനിലവിളിയായി. അമ്മ വഴിക്കുള്ള ഞങ്ങളുടെ അമ്മാവൻ തക്ക സമയത്ത് എത്തി. അദ്ദേഹം യുഗപരമ്പരകളിൽ നിന്നും ശേഖരിച്ച അറിവിൻ്റെ ഏതോ ഉപദേശം അച്ഛൻ്റെ ചെവിയിൽ മന്ത്രിച്ചു. തുടർന്ന് അച്ഛൻ ഏതാനും സാന്ത്വന വചനങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സന്തോഷത്തോടെ അമ്മ വണ്ടി പറഞ്ഞയച്ചു. എൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ ഉണ്ടായതായി ഞാൻ കണ്ട ഒരേ ഒരു പിണക്കം അങ്ങനെ അവസാനിച്ചു. പക്ഷേ അവരുടെ സ്വഭാവം വെളിപ്പെടുത്തുന്ന ഒരു ചർച്ച ഞാൻ ഓർക്കുന്നു. വീട്ടിൽ വന്നിരിക്കുന്ന അഗതിയായ ഒരു സ്ത്രീക്ക് കൊടുക്കാൻ ദയവായി 10 രൂപ തരൂ. അമ്മയുടെ പുഞ്ചിരിക്ക് അതിൻ്റേതായ വശ്യതയുണ്ടായിരുന്നു. "എന്തിനാണ് 10 രൂപ? 1 മതി," അച്ഛൻ നീതീകരണം കൂട്ടിച്ചേർത്തു. "എൻ്റെ അച്ഛനും അപ്പൂപ്പന്മാരും പെട്ടെന്ന് മരിച്ചപ്പോൾ എനിക്ക് ദാരിദ്ര്യത്തിൻ്റെ ആദ്യ അനുഭവമുണ്ടായി. സ്കൂളിലേക്ക് മൈലുകൾ നടന്നു പോകുന്നതിനു മുമ്പ് എൻ്റെ ഒരേ ഒരു ആഹാരം ചെറിയ ഒരു വാഴപ്പഴമായിരുന്നു. അതിനുശേഷം സർവകലാശാലയിൽ വെച്ച് അത്ര ആവശ്യം വന്നപ്പോൾ ധനികനായ ഒരു ജഡ്ജിയോട് പ്രതിമാസം 1 രൂപ സഹായമായി തരാൻ ഞാൻ അഭ്യർത്ഥിച്ചു. 1 രൂപ ഒട്ടും നിസ്സാരമല്ലെന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞുമാറി." എത്ര വേദനയോടെയാണ് ആ നിഷേധം അങ്ങ് ഓർക്കുന്നത്. അമ്മയുടെ ഹൃദയം തൽക്ഷണം ഒരു യുക്തി കണ്ടെത്തി. ഈ സ്ത്രീയും അവർക്ക് അത്യാവശ്യമുള്ള 10 രൂപ അങ്ങ് കൊടുക്കാത്തത് ദുഃഖത്തോടെ ഓർക്കണമെന്നാണോ? "നീ ജയിച്ചു," പരാജിതനായ ഭർത്താക്കന്മാർ പണ്ടേ കാട്ടാറുള്ള ഒരാംഗ്യത്തോടെ അച്ഛൻ പേഴ്സ് തുറന്നു. "ഇതാ 10 രൂപ നോട്ട്. എൻ്റെ ആശംസകളോടെ ഇത് അവർക്ക് കൊടുക്കൂ." ഏത് പുതിയ നിർദ്ദേശത്തിനും വേണ്ട എന്നായിരിക്കും അച്ഛൻ്റെ ആദ്യ പ്രതികരണം. തൻ്റെ പതിവായ ജാഗ്രതയ്ക്ക് ഒരു ഉദാഹരണമായിരുന്നു അമ്മയുടെ അനുകമ്പ പെട്ടെന്ന് നേടാൻ കഴിഞ്ഞ അപരിചിതയോടുള്ള അച്ഛൻ്റെ സമീപനം. ആലോചിച്ച് ചെയ്യുക എന്ന തത്വത്തിൻ്റെ അംഗീകാരം മാത്രമായിരുന്നു പൊടുന്നനെയുള്ള സ്വീകാര്യത്തോട് അച്ഛൻ്റെ എതിർപ്പ്. പലപ്പോഴും ന്യായയുക്തനായും അദ്ദേഹത്തിൻ്റെ തീർപ്പുകളിൽ സമചിത്തനുമായാണ് അച്ഛനെ ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ നന്നേ കൊതിക്കുന്ന ഒരു അവധിക്കാല യാത്രയോ ഒരു മോട്ടോർ സൈക്കിൾ പോലുള്ള എൻ്റെ നിരവധി അപേക്ഷകൾ 1-2 നല്ല വാദങ്ങൾ കൊണ്ട് പിന്താങ്ങാൻ കഴിഞ്ഞാൽ അച്ഛൻ തീർച്ചയായും നിറവേറ്റുകയായി. ചെറുപ്പത്തിൽ മക്കളുടെ അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ വളരെ കർശനമായ നിഷ്കർഷയാണ് അച്ഛൻ പാലിച്ചിരുന്നത്. പക്ഷേ സ്വന്തം കാര്യത്തിലും അദ്ദേഹം പരിപൂർണ സംയമനവും മിതത്വവും കൈക്കൊണ്ടിരുന്നു. ഉദാഹരണത്തിന് അദ്ദേഹം ഒരിക്കലും പ്രദർശനശാലകളിൽ പോയിരുന്നില്ല. പകരം ആത്മീയ സാധനകളിലും ഭഗവത്ഗീത പാരായണത്തിലും ആനന്ദം കണ്ടെത്തി. സുഖഭോഗ വസ്തുക്കൾ ഒഴിവാക്കിയിരുന്ന അദ്ദേഹം ഒരു ജോഡി ചെരുപ്പുകൾ കീറി ഉപയോഗശൂന്യമാകുന്നതുവരെ കൈവിടുമായിരുന്നില്ല. മോട്ടോർ കാറുകൾ സുലഭമായ ശേഷം മക്കൾ അവ വാങ്ങിയിരുന്നുവെങ്കിലും ദിവസേനയുള്ള ഓഫീസ് യാത്രയ്ക്ക് അച്ഛൻ ട്രോളി കാറുകൊണ്ട് തൃപ്തിപ്പെട്ടു. പ്രമാണിത്വത്തിനു വേണ്ടി പണം സ്വരൂപിക്കുന്നതിൽ അച്ഛന് താല്പര്യം ഉണ്ടായിരുന്നില്ല.
ഒരിക്കൽ അദ്ദേഹം കൊൽക്കത്ത അർബൻ ബാങ്ക് സ്ഥാപിച്ച ശേഷം അതിലൊരു ഓഹരിയെങ്കിലും വാങ്ങി പ്രയോജനമുണ്ടാക്കാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല. തൻ്റെ ഒഴിവു സമയത്ത് ഒരു പൗരധർമ്മം നിർവഹിക്കുവാൻ മാത്രമേ അദ്ദേഹം ആഗ്രഹിച്ചുള്ളൂ. അച്ഛൻ പെൻഷനോടുകൂടി ജോലിയിൽ നിന്ന് പിരിഞ്ഞ് അനേകം വർഷങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു അക്കൗണ്ടൻ്റ് ഭാരതത്തിൽ വന്ന് ബംഗാൾ നാഗ്പൂർ റെയിൽവേയുടെ കണക്കുകൾ പരിശോധിച്ചു. എന്നേ തനിക്ക് ലഭിക്കേണ്ടിയിരുന്ന ബോണസുകൾക്ക് അച്ഛൻ ഒരിക്കലും അപേക്ഷിച്ചിരുന്നില്ല എന്ന് കണ്ട് ആ പരിശോധകൻ അത്ഭുതപ്പെട്ടു. 3 പേരുടെ ജോലിയാണ് അദ്ദേഹം ചെയ്തു തീർത്തത്. അക്കൗണ്ടൻ്റ് കമ്പനിയെ അറിയിച്ചു. പ്രതിഫലം എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് 1,25,000 രൂപ കൊടുക്കാനുണ്ട്. ട്രഷറർ അച്ഛന് ആ തുകയ്ക്കുള്ള ചെക്ക് അയച്ചു കൊടുത്തു. അച്ഛൻ ഈ സംഭവത്തിന് ഒട്ടും പ്രാധാന്യം നൽകാത്തത് കൊണ്ടായിരിക്കാം ഈ വിവരം വീട്ടിൽ പറയാൻ കൂടി മറന്നുപോയി. കുറേ കാലം കഴിഞ്ഞ് വലിയ ഒരു ബാങ്ക് നിക്ഷേപം കണ്ട് എൻ്റെ ഇളയ സഹോദരൻ വിഷ്ണു അച്ഛനോട് കാര്യം ചോദിച്ചു. ഭൗതിക നേട്ടത്തിൽ ആഹ്ലാദിക്കാൻ എന്തിരിക്കുന്നു എന്നായിരുന്നു അച്ഛൻ്റെ മറുപടി. സമചിത്തത എന്ന ലക്ഷ്യം തേടുന്ന ഒരുവന് ലാഭത്തിൽ ആഹ്ലാദിക്കാനോ നഷ്ടത്തിൽ ദുഃഖിക്കാനോ ഒന്നുമില്ല. മനുഷ്യൻ നിർധനനായി ഈ ലോകത്ത് വന്നെത്തുന്നു, അതുപോലെ നിർധനനായി പിരിഞ്ഞു പോകുന്നു എന്ന് അവനറിയാം. വിവാഹം കഴിഞ്ഞ് അധികം താമസിയാതെ തന്നെ എൻ്റെ മാതാപിതാക്കൾ വാരണാസിയിലെ ലാഹിരി മഹാശയൻ എന്ന മഹാനായ ആചാര്യൻ്റെ ശിഷ്യനായി. ഈ ബന്ധം അച്ഛൻ്റെ സ്വതവേയുള്ള തപോനിഷ്ഠയെ ശക്തിപ്പെടുത്തി. എടുത്തു പറയത്തക്ക ഒരു വസ്തുത എൻ്റെ മൂത്ത സഹോദരി രമയോട് അമ്മ ഒരിക്കൽ വെളിപ്പെടുത്തി. നിന്റെ അച്ഛനും ഞാനും ഒരു വർഷത്തിലൊരിക്കൽ മാത്രമേ ഭാര്യ ഭർത്താക്കന്മാർ എന്ന നിലയ്ക്ക് ഒരുമിച്ച് ഉറങ്ങാറുള്ളൂ, പുത്രലാഭത്തിനായി. അച്ഛൻ ലാഹിരി മഹാശയനെ കണ്ടുമുട്ടിയത് ബംഗാൾ നാഗ്പൂർ റെയിൽവേയുടെ ഒരു ശാഖയിലെ ഉദ്യോഗസ്ഥനായ അവിനാഷ് ബാബു മുഖേനയായിരുന്നു. ഗോരഖ്പുരത്ത് വെച്ച് ഭാരതീയ ഋഷീശ്വരന്മാരുടെ അത്യാകർഷകമായ കഥകൾ കൊണ്ട് അവിനാഷ് ബാബു എൻ്റെ യുവകർണങ്ങൾക്ക് ശിക്ഷണം പകർന്നു തന്നിരുന്നു. അദ്ദേഹം എല്ലായ്പ്പോഴും തൻ്റെ ഗുരുവിൻ്റെ മഹത്തായ ഗുണവൈശിഷ്ട്യങ്ങളെ വാഴ്ത്തിക്കൊണ്ടാണ് കഥകൾ അവസാനിപ്പിക്കുക. നിന്റെ അച്ഛൻ ലാഹിരി മഹാശയൻ്റെ ശിഷ്യനായി തീരാൻ ഇടയായ അസാധാരണ സാഹചര്യത്തെപ്പറ്റി നീ കേട്ടിട്ടുണ്ടോ? അവിനാഷ് ബാബുവും ഞാനും വേനൽക്കാലത്തെ ഒരു അലസമായ സായാഹ്നത്തിൽ എൻ്റെ വീട്ടുവളപ്പിൽ ഇരിക്കുമ്പോഴായിരുന്നു താല്പര്യമുണർത്തുന്ന ഈ ചോദ്യം. പ്രതീക്ഷയുടെ പുഞ്ചിരിയുമായി ഇല്ല എന്ന അർത്ഥത്തിൽ ഞാൻ തലയാട്ടി. നീ ജനിക്കുന്നതിനും വർഷങ്ങൾക്ക് മുൻപ് ഒരിക്കൽ വാരണാസിയിൽ പോയി എൻ്റെ ഗുരുവിനെ കാണാനായി ഔദ്യോഗിക കൃത്യത്തിൽ നിന്ന് ഒരാഴ്ചത്തെ അവധിക്ക് എൻ്റെ മേധാവിയായിരുന്ന നിൻ്റെ അച്ഛനോട് ഞാൻ അപേക്ഷിച്ചു. നിൻ്റെ അച്ഛനാകട്ടെ എൻ്റെ ഈ പരിപാടിയെ പരിഹസിക്കുകയാണ് ഉണ്ടായത്. ഒരു മതഭ്രാന്തനാവാൻ പോവുകയാണോ നിങ്ങൾ? അദ്ദേഹം ആരാഞ്ഞു. ജീവിതത്തിൽ നിങ്ങൾക്ക് കുതിച്ചു മുന്നേറണമെന്നുണ്ടെങ്കിൽ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. വൃക്ഷനിബിഡമായൊരു പാതയിലൂടെ ദുഃഖിതനായി അന്ന് ഞാൻ വീട്ടിലേക്ക് നടക്കുമ്പോൾ പല്ലക്കിൽ വരികയായിരുന്ന നിൻ്റെ അച്ഛനെ കണ്ടുമുട്ടി. അദ്ദേഹം സേവകരെയും വാഹനത്തെയും പറഞ്ഞയച്ചിട്ട് എന്നോടൊപ്പം നടക്കുവാൻ തുടങ്ങി. പ്രപഞ്ച ഐശ്വര്യങ്ങൾക്കു വേണ്ടി പ്രയത്നിക്കുന്നതിൻ്റെ നേട്ടങ്ങൾ എന്നെ സാന്ത്വനപ്പെടുത്താനായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വലിയ താല്പര്യമൊന്നും ഇല്ലാതെയാണ് അദ്ദേഹം പറഞ്ഞതെല്ലാം ഞാൻ കേട്ടത്. എൻ്റെ ഹൃദയം ആവർത്തിച്ചു കൊണ്ടിരുന്നു. ലാഹിരി മഹാശയ, എനിക്ക് അങ്ങയെ കാണാതെ ജീവിക്കാൻ വയ്യ. ഞങ്ങളുടെ പാത ഞങ്ങളെ കൊണ്ടെത്തിച്ചത് പ്രശാന്തമായൊരു വെളിസ്ഥലത്തിൻ്റെ അരികിലാണ്. അവിടെ വളർന്നുയർന്ന് കാറ്റിൽ ഉലഞ്ഞു നിന്നിരുന്ന കാട്ടുപുൽപ്പരപ്പിനെ സായാഹ്ന സൂര്യൻ്റെ കിരണങ്ങൾ കിരീടമണിയിക്കുകയായിരുന്നു. ഈ കാഴ്ച ആസ്വദിച്ചുകൊണ്ട് അല്പനേരം ഞങ്ങൾ നിന്നു. അവിടെ ആ വെളിസ്ഥലത്ത് ഞങ്ങൾക്ക് ഏതാനും വാരം മാത്രം അകലെയായി എൻ്റെ മഹാനായ ഗുരുദേവൻ്റെ രൂപം പെട്ടെന്ന് പ്രത്യക്ഷമായി. ഭഗവതി, നിങ്ങളുടെ കീഴുദ്യോഗസ്ഥൻ്റെ മേൽ കർശനമായ ഒരു നിലപാടാണ് നിങ്ങൾ എടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശബ്ദം അത്ഭുത പരതന്ത്രനായ ഞങ്ങളുടെ കാതിൽ മുഴങ്ങി. പ്രത്യക്ഷപ്പെട്ടതുപോലെ തന്നെ അജ്ഞാതമായ രീതിയിൽ അദ്ദേഹം മറഞ്ഞു. ഞാൻ കുമ്പിട്ട് വണങ്ങി. ലാഹിരി മഹാശയ, ലാഹിരി മഹാശയ എന്ന് വിസ്മയത്തോടെ വിളിച്ചു പറഞ്ഞു. ഒരല്പനേരത്തേക്ക് നിൻ്റെ അച്ഛൻ വിസ്മയം കൊണ്ട് നിശ്ചലനായി നിന്നു. അവിനാഷ്, നിങ്ങൾക്ക് മാത്രമല്ല അവധി. നാളെ വാരണാസിക്ക് തിരിക്കാൻ ഞാനും അവധിയെടുക്കുകയാണ്.
സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് പ്രത്യക്ഷനായി നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ അദ്ദേഹം ഈ മഹാനായ ലാഹിരി മഹാശയനെ എനിക്ക് അറിഞ്ഞേ തീരൂ. അദ്ദേഹത്തിൻ്റെ ആത്മീയ മാർഗത്തിൽ ഞങ്ങൾക്കും ദീക്ഷ തരുന്നതിന് എൻ്റെ പത്നിയെയും കൂട്ടിവന്ന് ആ യോഗീന്ദ്രനോട് ഞാൻ ആവശ്യപ്പെടും. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഞങ്ങളെ നയിക്കുമോ? തീർച്ചയായും. എൻ്റെ പ്രാർത്ഥനയുടെ അത്ഭുതകരമായ ഫലപ്രാപ്തിയിലും സംഭവങ്ങളുടെ പെട്ടെന്നുള്ള ഹിതകരമായ പരിസമാപ്തിയിലും ഞാൻ ആനന്ദഭരിതനായി. പിറ്റേന്നു വൈകുന്നേരം നിൻ്റെ മാതാപിതാക്കളും ഞാനും ട്രെയിനിൽ വാരണാസിക്ക് തിരിച്ചു. അടുത്ത ദിവസം അവിടെ എത്തിയ ശേഷം ഒരു കുതിരവണ്ടിയിൽ അല്പദൂരം യാത്ര തുടർന്നു. ആളൊഴിഞ്ഞ സ്ഥലത്തുള്ള എൻ്റെ ഗുരുവിൻ്റെ വസതിയിലെത്താൻ പിന്നീട് ഇടുങ്ങിയ ഇടവഴികളിലൂടെ നടക്കണമായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ചെറിയ സ്വീകരണ മുറിയിൽ കയറി. പതിവ് പോലെ പത്മാസനസ്ഥനായിരുന്ന അദ്ദേഹത്തെ താണുവണങ്ങി. തൻ്റെ തുളച്ചു കയറുന്ന കണ്ണുകൾ ചിമ്മിയിട്ട് അദ്ദേഹം നിൻ്റെ അച്ഛനിൽ നോട്ടമുറപ്പിച്ചു. ഭഗവതി, നിങ്ങളുടെ കീഴുദ്യോഗസ്ഥൻ്റെ മേൽ കർശനമായ ഒരു നിലപാടാണ് നിങ്ങൾ എടുക്കുന്നത്. 2 ദിവസം മുമ്പ് ആ പുൽമേട്ടിൽ വെച്ച് അദ്ദേഹം പറഞ്ഞ അതേ വാക്കുകൾ അദ്ദേഹം തുടർന്നു. അവിനാശിന് എന്നെ വന്ന് കാണാൻ നിങ്ങൾ അനുമതി നൽകിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. അതുപോലെ നിങ്ങളും പത്നിയും അവനോടൊപ്പം വന്നതിലും. നിന്റെ അച്ഛനമ്മമാർക്ക് ക്രിയായോഗ എന്ന ആത്മീയ അനുഷ്ഠാനത്തിൽ ദീക്ഷ നൽകി അദ്ദേഹം അവരെ സന്തുഷ്ടരാക്കി. ആ ദിവ്യദർശനത്തിൻ്റെ അവിസ്മരണീയമായ ദിവസത്തിനു ശേഷം നിന്റെ അച്ഛനും ഞാനും ശിഷ്യ സഹോദരരെന്ന നിലയിൽ ഉറ്റ സ്നേഹിതരായി തീർന്നു. ലാഹിരി മഹാശയൻ നിന്റെ ജനനത്തിലും നിശ്ചയമായൊരു താല്പര്യം കാണിച്ചു. നിന്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി തീർച്ചയായും ബന്ധപ്പെട്ടതാകും. ഗുരുദേവൻ്റെ അനുഗ്രഹം ഒരിക്കലും വൃഥാവിലാവില്ല. ഞാൻ ജനിച്ച് അധികകാലം കഴിയുന്നതിന് മുമ്പ് ലാഹിരി മഹാശയൻ ഹലോവാസം വെടിഞ്ഞു. അച്ഛൻ്റെ ഓഫീസ്, അദ്ദേഹത്തിൻ്റെ സ്ഥലം മാറ്റിയ നഗരങ്ങളിലെല്ലാം തന്നെ ഞങ്ങളുടെ വീട്ടിലെ പൂജാമുറിക്ക് അലങ്കാരപ്പണി ചെയ്ത ഫ്രെയിമിലുള്ള ലാഹിരി മഹാശയൻ്റെ ചിത്രം ശോഭയേകി. താൽക്കാലികമായി ഒരുക്കിയ ആരാധനാവേദിക്ക് മുന്നിൽ നിരവധി പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലും അമ്മയും ഞാനും കളഭത്തിൽ മുക്കിയ പൂജാപുഷ്പങ്ങൾ ഭക്തിപൂർവം അർപ്പിച്ച് ധ്യാനനിരതരാകുമായിരുന്നു. ലാഹിരി മഹാശയനിൽ പൂർണ്ണമായും ബഹിസ്ഫുരിച്ച ഈശ്വര ചൈതന്യത്തെ ഞങ്ങൾ സുഗന്ധദ്രവ്യങ്ങളും ഞങ്ങളുടെ ഒന്നുചേർന്ന ഭക്തി ആദരങ്ങളും കൊണ്ട് ആരാധിച്ചു. അദ്ദേഹത്തിൻ്റെ ചിത്രത്തിന് എൻ്റെ ജീവിതത്തിൽ സർവാതിശായിയായ സ്വാധീനം ഉണ്ടായിരുന്നു. ഞാൻ വളർന്നു വന്നതോടൊപ്പം ആ ഗുരുവിനെ പറ്റിയുള്ള ചിന്തയും എന്നിൽ വളർന്നു. ഞാൻ ധ്യാനനിരതനാകുമ്പോൾ അദ്ദേഹം തൻ്റെ ചിത്രത്തിൻ്റെ ഫ്രെയിമിൽ നിന്നിറങ്ങി വന്ന് ജീവനുള്ള രൂപം പൂണ്ട് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് ഞാൻ മിക്കപ്പോഴും കാണും. അദ്ദേഹത്തിൻ്റെ പ്രകാശിക്കുന്ന രൂപത്തിൻ്റെ പാദങ്ങൾ തൊടാനൊരുമ്പെടുമ്പോഴേക്കും അദ്ദേഹം വീണ്ടും ചിത്രമായി മാറും. ശൈശവത്തിൽ നിന്ന് ബാല്യത്തിലേക്ക് ഞാൻ മാറിക്കൊണ്ടിരിക്കെ ഫ്രെയിമിനുള്ളിൽ ഒതുങ്ങിയിരുന്ന ലാഹിരി മഹാശയൻ്റെ പ്രതിച്ഛായ വളർന്ന് എൻ്റെ മനസ്സിൽ പ്രകാശാത്മകമായ ഒരു സാന്നിധ്യമായി മാറി. പരീക്ഷണത്തിൻ്റെയും സംശയത്തിൻ്റെയും ഘട്ടങ്ങളിൽ പലപ്പോഴും ഞാൻ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് സമാശ്വാസകരമായ മാർഗദർശനം ലഭിച്ചിരുന്നു. അദ്ദേഹം ഭൗതിക ശരീരത്തിൽ ഇല്ലല്ലോ എന്നതിൽ ഞാൻ ആദ്യം വ്യാകുലപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗുപ്തമായ സർവ്വവ്യാപിത്വം ബോധ്യമായി തുടങ്ങിയതോടെ എൻ്റെ വിഷാദം അടങ്ങി. തന്നെ കാണാൻ അതിയായ ആകാംക്ഷ കാണിച്ചിരുന്ന ശിഷ്യന്മാർക്ക് പലപ്പോഴും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ ആത്മീയ ദൃഷ്ടിയുടെ പരിധിക്കുള്ളിൽ ഞാൻ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കെ എൻ്റെ അസ്ഥിയും മാംസവും കാണാൻ എന്തിനു വരണം? എനിക്ക് ഏതാണ്ട് 8 വയസ്സുള്ളപ്പോൾ ലാഹിരി മഹാശയൻ്റെ ചിത്രം മുഖേന അത്ഭുതകരമായ ഒരു രോഗവിമുക്തിയാൽ ഞാൻ അനുഗ്രഹീതനായി. ഈ അനുഭവം ഗുരുവിനോടുള്ള എൻ്റെ സ്നേഹത്തിന് തീവ്രത നൽകി. ബംഗാളിലെ ഇച്ഛാപുരത്ത് ഞങ്ങളുടെ കുടുംബ എസ്റ്റേറ്റിൽ വെച്ച് എനിക്ക് ഏഷ്യൻ കോളറ പിടിപെട്ടു. എൻ്റെ ജീവനിൽ ആർക്കും പ്രതീക്ഷയില്ലാതായി. ഡോക്ടർമാർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എൻ്റെ കിടക്കക്കരികിൽ തന്നെ ഇരുന്ന അമ്മ എൻ്റെ തലയ്ക്ക് മുകളിൽ ചുവരിലിരുന്ന ലാഹിരി മഹാശയൻ്റെ ഫോട്ടോയിൽ നോക്കുവാൻ ആദിയോടെ ആംഗ്യം കാട്ടി. നീ മനസ്സുകൊണ്ട് അദ്ദേഹത്തെ നമസ്കരിക്കൂ. എൻ്റെ കൈകൾ ഉയർത്തി തൊഴാൻ പോലുമുള്ള ശക്തി എനിക്കില്ലായിരുന്നുവെന്ന് അമ്മയ്ക്ക് അറിയാമായിരുന്നു. നിന്റെ ഭക്തി യഥാർത്ഥത്തിൽ വ്യക്തമാക്കി നീ അദ്ദേഹത്തിന് മുന്നിൽ ഉള്ളാലെ കുമ്പിട്ടാൽ അദ്ദേഹം നിന്റെ ജീവൻ രക്ഷിക്കും. ഞാൻ അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൽ നോക്കി. എൻ്റെ ശരീരവും
ആ മുറിയും ആവരണം ചെയ്തിരിക്കുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു പ്രകാശം അവിടെ കണ്ടു. എൻ്റെ മനം മറിച്ചിലും അനിയന്ത്രിതമായിരുന്ന മറ്റു കടുത്ത രോഗലക്ഷണങ്ങളും മറഞ്ഞു. എനിക്ക് സുഖമായി. ഗുരുവിലുള്ള അമ്മയുടെ അളവറ്റ വിശ്വാസത്തിന് നന്ദി കാട്ടിക്കൊണ്ട് കുനിഞ്ഞ് അമ്മയുടെ കാല് തൊട്ട് വന്ദിക്കാനുള്ള ശക്തി ഉടനെ എനിക്കുണ്ടായതായി തോന്നി. ആ ചെറിയ പടത്തിൽ അമ്മ വീണ്ടും വീണ്ടും തല ചേർത്തു. സർവവ്യാപിയായ ഗുരു, അങ്ങയുടെ ദിവ്യപ്രകാശം എൻ്റെ മകൻ്റെ അസുഖം അകറ്റിയതിന് ഞാൻ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു. സാധാരണഗതിയിൽ മാരകമായ ഒരു രോഗത്തിൽ നിന്ന് തൽക്ഷണം എന്നെ രക്ഷിച്ച ഉജ്ജ്വല പ്രകാശോദ്ധരണിക്ക് അമ്മയും സാക്ഷ്യം വഹിച്ചു എന്ന് എനിക്ക് ബോധ്യമായി. എൻ്റെ അമൂല്യ സ്വത്തുക്കളിലൊന്ന് അതേ ഫോട്ടോയാണ്. അച്ഛന് ലാഹിരി മഹാശയൻ നേരിട്ട് നൽകിയ ഈ പടം വിശുദ്ധമായ ഒരു സ്പന്ദനം ഉൾക്കൊള്ളുന്നു. ഈ ചിത്രത്തിൻ്റെ ഉത്ഭവം ഒരു ദിവ്യ അത്ഭുതമായിരുന്നു. അച്ഛൻ്റെ ശിഷ്യ സഹോദരനായ കാളികുമാർ റോയിൽ നിന്നാണ് ഞാൻ ആ കഥ കേട്ടത്. ഗുരുനാഥന് തൻ്റെ ഫോട്ടോ എടുക്കുന്നതിൽ കടുത്ത വൈമുഖ്യമുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ എതിർപ്പ് വകവയ്ക്കാതെ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെയും കാളികുമാർ റോയ് അടക്കമുള്ള ശിഷ്യസഞ്ചയത്തിൻ്റെയും ഒരു ഫോട്ടോ എടുക്കാനിടയായി. മറ്റെല്ലാവരുടെയും വ്യക്തമായ പ്രതിച്ഛായ പതിഞ്ഞ ആ ചിത്രത്തിൽ ന്യായമായും ലാഹിരി മഹാശയൻ്റെ രൂപം ഉണ്ടാകേണ്ടിയിരുന്ന സ്ഥാനം ശൂന്യമായിരിക്കുന്നത് കണ്ട് ഫോട്ടോഗ്രാഫർ അത്ഭുതപ്പെട്ടു പോയി. ഈ പ്രതിഭാസം എമ്പാടും ചർച്ച ചെയ്യപ്പെട്ടു. പിടികൊടുക്കാത്ത ഈ രൂപം തൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയില്ല എന്ന് കഴിവുറ്റ ഒരു ഫോട്ടോഗ്രാഫറായിരുന്ന വിദ്യാർത്ഥി ഗംഗാധര ബാബു വീമ്പിളക്കി. പിറകിൽ ഒരു സ്ക്രീനുമായി ഒരു തടി ബെഞ്ചിൽ പിറ്റേന്ന് രാവിലെ ഗുരുനാഥൻ പത്മാസനത്തിലിരുന്നപ്പോൾ ഗംഗാധര ബാബു തൻ്റെ ഉപകരണങ്ങളുമായി എത്തി. വിജയത്തിനു വേണ്ട എല്ലാ മുൻകരുതലുകളും എടുത്ത് അദ്ദേഹം അതിയായ ആർത്തിയോടെ 12 പടങ്ങൾ എടുത്തു. അവയിൽ ഓരോന്നിലും തടിബെഞ്ചിൻ്റെയും സ്ക്രീനിൻ്റെയും ചിത്രം കണ്ടു. പക്ഷേ ഗുരുനാഥൻ്റെ രൂപം ഇത്തവണയും കാണാനുണ്ടായിരുന്നില്ല. കണ്ണുനീരോടെ അഹങ്കാരമകന്ന ഗംഗാധര ബാബു ഗുരുവിനെ തേടിയെത്തി. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ ശേഷമാണ് ലാഹിരി മഹാശയൻ അർത്ഥഗർഭമായ വാക്കുകളോടെ തൻ്റെ മൗനം ഭഞ്ജിച്ചത്. ഞാൻ പരമചൈതന്യമാണ്. സർവവ്യാപിയായ ആ അദൃശ്യനെ പ്രതിഫലിപ്പിക്കാൻ നിന്റെ ക്യാമറയ്ക്ക് കഴിയുമോ? ഇല്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. എന്നാലും അഭിവന്ദ്യ ഗുരോ, അങ്ങയുടെ ശരീരക്ഷേത്രത്തിൻ്റെ ഒരു ചിത്രത്തിനു വേണ്ടി സ്നേഹാതിരേകം കൊണ്ട് ഞാൻ കൊതിക്കുന്നു. എൻ്റെ കാഴ്ചപ്പാട് ഇടുങ്ങിയതായിരുന്നു. ഇത്ര സമ്പൂർണമായി പരമാത്മാവ് അങ്ങയിൽ കുടികൊള്ളുന്നുവെന്ന് ഞാൻ ഇന്ന് വരെ മനസ്സിലാക്കിയിരുന്നില്ല. എങ്കിൽ നാളെ രാവിലെ വരൂ, ഞാൻ ഫോട്ടോയ്ക്ക് ഇരുന്ന് തരാം. ഫോട്ടോഗ്രാഫർ വീണ്ടും ക്യാമറ തയ്യാറാക്കി. ഇപ്രാവശ്യം ആ ദിവ്യരൂപം അജ്ഞേയമായ അദൃശ്യതയില്ലാതെ ഫിലിമിൽ മികവുറ്റതാക്കി. ഗുരുദേവൻ മറ്റൊരു ചിത്രത്തിന് വേണ്ടി പിന്നീട് ഒരിക്കലും ഇരുന്നു കൊടുത്തിട്ടില്ല. കുറഞ്ഞ പക്ഷം ഞാൻ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ചിത്രം കണ്ടിട്ടില്ല. ഇതേ ചിത്രമാണ് ഈ പുസ്തകത്തിൽ ചേർത്തിട്ടുള്ളത്. ലാഹിരി മഹാശയൻ്റെ സർവജനീന സൗകുമാര്യമാർന്ന മുഖഛായ, ഏത് ഗോത്രത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹം എന്ന സൂചനയൊന്നും നൽകിയിരുന്നില്ല. ഗൂഢാർത്ഥം കലർന്ന ആ പുഞ്ചിരി ഈശ്വര താതാത്മ്യത്തിൻ്റെ പരമാനന്ദം ഒരൽപ്പം വെളിവാക്കിയിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ലൗകികതയോടുള്ള തൻ്റെ നാമമാത്രമായ താൽപ്പര്യത്തെ വെളിവാക്കിക്കൊണ്ട് പാതി തുറന്നും ആന്തരിക ആനന്ദത്തിൽ മുഴുകിയ തൻ്റെ അവസ്ഥയെ സൂചിപ്പിച്ചുകൊണ്ട് പാതി അടഞ്ഞുമിരിക്കുന്നു. ഭൗതിക പ്രലോഭനങ്ങൾ തെല്ലും മേശാത്ത അദ്ദേഹം തൻ്റെ കാരുണ്യം തേടിയെത്തിയിരുന്ന സാധകരുടെ ആത്മീയ പ്രശ്നങ്ങൾ എല്ലായ്പ്പോഴും നല്ലവണ്ണം അറിഞ്ഞിരുന്നു. ഗുരുനാഥൻ്റെ ചിത്രത്തിനുള്ള ശക്തിവൈഭവത്തിലുണ്ടായ എൻ്റെ രോഗവിമോചനത്തിനു ശേഷം അധികം താമസിയാതെ എന്നിലേറെ സ്വാധീനം ചെലുത്തിയ ഒരു ആത്മീയ ദർശനമുണ്ടായി. ഒരു പ്രഭാതത്തിൽ എൻ്റെ കിടക്കയിലിരുന്ന് ഞാൻ അഗാധമായ ഒരു ദിവാസ്വപ്നത്തിലേക്ക് വഴുതിയിറങ്ങി. അടഞ്ഞ കണ്ണുകളിലെ ഇരുട്ടിൻ്റെ പിന്നിൽ എന്താണ്? സത്യാന്വേഷകമായ ഈ ചിന്ത എൻ്റെ മനസ്സിലേക്ക് ശക്തമായി കടന്നുവന്നു. ഉടൻ തന്നെ ബൃഹത്തായ ഒരു പ്രകാശോദ്ധരണി എൻ്റെ അന്തർനേത്രത്തിൽ പ്രത്യക്ഷമായി. പർവ്വത ഗുഹകളിൽ പത്മാസനത്തിൽ ധ്യാനനിരതരായിരുന്ന ഋഷിവര്യന്മാരുടെ രൂപങ്ങൾ എൻ്റെ നെറ്റിത്തടത്തിലെ ജ്യോതിസിൻ്റെ വിശാലമായ തിരശീലയിൽ ഒരു കൊച്ചു ചലച്ചിത്രത്തിൽ എന്ന പോലെ പ്രത്യക്ഷപ്പെട്ടു. നിങ്ങൾ ആരാണ്? ഞാൻ ഉച്ചത്തിൽ ചോദിച്ചു.
ഞങ്ങൾ ഹിമാലയത്തിലെ യോഗികളാണ്. ആ സ്വർഗീയ പ്രതികരണം വർണ്ണിക്കുക പ്രയാസമാണ്. എൻ്റെ ഹൃദയം ഹർഷപുളകിതമായി. എനിക്ക് ഹിമാലയത്തിൽ പോകാനും നിങ്ങളെപ്പോലെയാകാനും കൊതിയാകുന്നു. ആ ദൃശ്യം മറഞ്ഞെങ്കിലും അതിൻ്റെ വെള്ളി വെളിച്ചം വികസിച്ച് വിശാലമാകുന്ന വൃത്തങ്ങളിൽ അനന്തത പോകി. ഈ വിസ്മയകരമായ പ്രഭാപൂരം എന്താണ്? ഞാൻ ഈശ്വരനാണ്. ഞാൻ തേജസ്സാണ്. മേഘങ്ങളുടെ മൃദുമന്ത്രണം പോലെയായിരുന്നു ആ ശബ്ദം. എനിക്ക് അങ്ങയുമായി ഒന്നാകണം. സാവധാനം മാഞ്ഞുകൊണ്ടിരുന്ന ആ ദിവ്യാനുഭൂതിയിൽ നിന്ന് ഈശ്വരാന്വേഷണത്തിനുള്ള പ്രചോദനത്തിൻ്റെ ഒരു നിത്യപൈതൃകം ഞാൻ കൈക്കൊണ്ടു. ഈശ്വരൻ സനാതനനാണ്. നിത്യനൂതനമായ ആനന്ദമാണ്. ഹർഷോന്മാദത്തിൻ്റെ ആ ദിനത്തിനു ശേഷവും ആ ഓർമ്മ ദീർഘനാൾ നിലനിന്നു. മറ്റൊരു ബാല്യകാല സ്മരണയും എടുത്തു കാട്ടത്തക്കതാണ്. അക്ഷരാർത്ഥത്തിലും അങ്ങനെ തന്നെ. കാരണം ഇന്നും ഞാൻ ആ വടു പേറുന്നു. ഗോരഖ്പൂരിലെ വീട്ടുവളപ്പിലുള്ള വേപ്പുമരച്ചുവട്ടിൽ അതിരാവിലെ ഞാൻ ജ്യേഷ്ഠത്തി ഉമയുമൊത്ത് ഇരിക്കുകയായിരുന്നു. പഴുത്ത വേപ്പിൻ കായ്കൾ കൊത്തി തിന്നുകൊണ്ടിരുന്ന തത്തകളിൽ നിന്ന് എൻ്റെ ശ്രദ്ധ എനിക്ക് എത്രത്തോളം പിന്തിരിപ്പിക്കാൻ സാധിച്ചിരുന്നോ അത്രയും സമയം ചേച്ചി എന്നെ ബംഗാളി ബാലപാഠങ്ങൾ പഠിക്കാൻ സഹായിച്ചു കൊണ്ടിരുന്നു. ഉമ തൻ്റെ കാലിലൊരു പരുവുണ്ട് എന്ന പരാതിപ്പെട്ടുകൊണ്ട് ഒരു കുപ്പി ലേപനം കൊണ്ടുവന്നു. അതിൽ അല്പം ഞാൻ എൻ്റെ കൈത്തണ്ടയിൽ പുരട്ടി. രോഗമില്ലാത്ത കയ്യിൽ എന്തിനാണ് മരുന്ന് പുരട്ടുന്നത്? ശരി ചേച്ചി, എനിക്കും നാളെ ഒരു പരു ഉണ്ടാകാൻ പോകുന്നെന്ന് തോന്നുന്നു. അത് വരുന്നിടത്ത് ഞാൻ ഈ ലേപനം പരീക്ഷിച്ചു നോക്കുകയാണ്. എടാ കൊച്ചു നുണയാ. ചേച്ചി, നാളെ രാവിലെ എന്തുണ്ടാകുമെന്ന് കാണുന്നത് വരെ എന്നെ നുണയാ എന്ന് വിളിക്കരുത്. എന്നിൽ ധാർമ്മിക രോഷം നിറഞ്ഞു. എൻ്റെ വാക്കുകൾ കൂട്ടാക്കാതെ ഉമ 3 പ്രാവശ്യം അവളുടെ കുത്തുവാക്ക് ആവർത്തിച്ചു. ഞാൻ സാവധാനം മറുപടി പറഞ്ഞപ്പോൾ ഒരു നിശ്ചയദാർഢ്യം എൻ്റെ വാക്കുകളിൽ മുഴങ്ങി. എൻ്റെ ഇച്ഛാശക്തിയുടെ ബലത്തിൽ ഞാൻ പറയുന്നു. എൻ്റെ കയ്യിൽ ഇതേ സ്ഥാനത്ത് നാളെ സാമാന്യം വലിയൊരു പരു ഉണ്ടായിരിക്കും. അതുപോലെ ചേച്ചിയുടെ പരു വീർത്ത് അതിൻ്റെ ഇരട്ടി വലിപ്പമുള്ളതാവുകയും ചെയ്യും. രാവിലെ എൻ്റെ കയ്യിൽ പറഞ്ഞ സ്ഥലത്ത് ഒരു വലിയ പരു കാണാൻ കഴിഞ്ഞു. ഉമയുടെ പരുവിൻ്റെ വലിപ്പം ഇരട്ടിയാവുകയും ചെയ്തു. അലമുറയിട്ടുകൊണ്ട് ഉമ അമ്മയുടെ അരികിലേക്ക് ഓടി. മുകുന്ദനൊരു മന്ത്രവാദിയായി തീർന്നിരിക്കുന്നു. വാക്കുകളുടെ ശക്തി ഒരിക്കലും തിന്മയ്ക്കായി ഉപയോഗിക്കരുത് എന്ന് അമ്മ ഗൗരവത്തോടെ ഉപദേശിച്ചു. അമ്മയുടെ ഉപദേശം എക്കാലവും ഞാൻ ഓർത്തിരിക്കുകയും പാലിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ പരു ശസ്ത്രക്രിയ ചെയ്ത് സുഖപ്പെടുത്തി. ഡോക്ടറുടെ കത്തി അവശേഷിപ്പിച്ച് വ്യക്തമായി കാണാവുന്ന ഒരു പാട് ഇന്നുമുണ്ട്. മനുഷ്യൻ്റെ വെറും വാക്കിൽ അടങ്ങിയിരിക്കുന്ന ശക്തിയുടെ നിത്യപ്രതീകമായി എൻ്റെ വലതു കൈത്തണ്ടയിൽ അത് നിലനിൽക്കുന്നു. ഏകാഗ്രതയോടെ ഞാൻ ഉമയോട് പറഞ്ഞ ആ വെറും വാക്കുകൾ പ്രത്യക്ഷത്തിൽ നിരുപദ്രവമെന്ന് തോന്നിയിരുന്നെങ്കിലും ബോംബ് പോലെ പൊട്ടിത്തെറിക്കുവാനും ദോഷകരമെങ്കിലും കൃത്യമായ ഫലങ്ങൾ ഉണ്ടാക്കുവാനുമുള്ള അദൃശ്യശക്തി ഉൾക്കൊണ്ടിരുന്നു. വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന സ്ഫോടനാത്മകമായ സ്പന്ദനങ്ങളുടെ ശക്തിയെ ജീവിതത്തിലെ വൈഷമ്യങ്ങളിൽ നിന്ന് മോചനം നേടാൻ ബുദ്ധിപൂർവ്വം പ്രയോഗിക്കാമെന്നും അങ്ങനെ വടുക്കളോ ശാസനമോ ഒഴിവാക്കി പ്രവർത്തിക്കാമെന്നും ഞാൻ പിന്നീട് മനസ്സിലാക്കി. ഞങ്ങളുടെ കുടുംബം പഞ്ചാബിലെ ലാഹോറിലേക്ക് മാറി. അവിടെ വെച്ച് കാളി രൂപത്തിലുള്ള ദിവ്യജനനിയുടെ ഒരു ചിത്രം ഞാൻ സ്വന്തമാക്കി. വീടിൻ്റെ കൊച്ചു ബാൽക്കണിയിലുള്ള അനൗപചാരികമായ ചെറിയ ഒരു ആരാധനാസ്ഥാനം അത് വിശുദ്ധമാക്കി. ആ പവിത്രമായ കോണിൽ വെച്ച് നടത്തുന്ന എൻ്റെ ഏതു പ്രാർത്ഥനയും ഫലപ്രാപ്തിയുടെ കിരീടം ചൂടുമെന്ന തർക്കമറ്റ ഒരു ദൃഢവിശ്വാസം എന്നിലുണ്ടാക്കി. ഒരു ദിവസം ഉമയുമായി അവിടെ നിൽക്കുമ്പോൾ 2 ആൺകുട്ടികൾ 2 കെട്ടിടങ്ങളുടെ മട്ടുപ്പാവിൽ നിന്ന് മത്സരിച്ച് പട്ടം പറത്തുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ആ കെട്ടിടങ്ങളെ ഞങ്ങളുടെ വീടുമായി വേർതിരിച്ചിരുന്നത് തീരെ ഇടുങ്ങിയ ഒരു ഇടവഴിയായിരുന്നു. നീ എന്താ ഇത്ര നിശബ്ദനായി നിൽക്കുന്നത്? ഉമ തമാശയായി എന്നെ പിടിച്ചു തള്ളി. ഞാൻ ചോദിക്കുന്നതെന്തും ദിവ്യജനനി എനിക്ക് തരുമെന്നത് എത്ര വിസ്മയകരമാണെന്ന് ആലോചിക്കുകയായിരുന്നു. ഒരു പക്ഷേ ആ 2 പട്ടങ്ങളും അവൾ നിനക്ക് തരുമായിരിക്കും. ചേച്ചി പരിഹസിച്ചുകൊണ്ട് ചിരിച്ചു. എന്തുകൊണ്ട് തന്നുകൂടാ? അവ ലഭിക്കാൻ ഞാൻ നിശബ്ദനായി പ്രാർത്ഥന തുടങ്ങി. കുപ്പിച്ചില്ല അരച്ച് പശ ചേർത്ത് പൊതിഞ്ഞ് ചരടിൽ ഉയർത്തിയ പട്ടങ്ങളുടെ മത്സരങ്ങൾ ഭാരതത്തിൽ നടത്താറുണ്ട്. ഓരോരുത്തരും എതിരാളിയുടെ പട്ടത്തിൻ്റെ ചരട് അറുത്ത് കളയാൻ ശ്രമിക്കുന്നു.
ചരട് മുറിഞ്ഞ പട്ടം വീടുകൾക്ക് മീതെ മെല്ലെ പറന്നു പോകുമ്പോൾ അവ പിടിച്ചെടുക്കുന്നത് വലിയ രസമാണ്. ഉമയും ഞാനും മട്ടുപ്പാവിൽ അകത്തോട്ടൊതുക്കിയ ഒരു ബാൽക്കണിയിൽ ഇരുന്നു കൊണ്ട് പൊന്തിയ ഒരു പട്ടം അവിടെ എത്തുക അസാധ്യമായി തോന്നി. അതിൻ്റെ ചരട് സ്വാഭാവികമായി മേൽക്കൂരയിൽ തടഞ്ഞു തൂങ്ങിക്കിടക്കും. തെരുവിനപ്പുറത്തെ കളിക്കാർ മത്സരം തുടങ്ങി. ഒരു ചരട് മുറിക്കപ്പെട്ടു. ഉടനെ ആ പട്ടം എൻ്റെ നേർക്ക് ഒഴുകി വന്നു. കാറ്റ് പെട്ടെന്ന് നിലച്ചതുകൊണ്ട് പട്ടം പറക്കാതെ വായുവിൽ അല്പനേരം തങ്ങി നിന്നു. ഇതിനിടയിൽ അതിൻ്റെ ചരട് എതിരെയുള്ള മേൽക്കൂരയിലെ ഒരു കള്ളിച്ചെടിയിൽ കുരുങ്ങി.